വല്ല ആക്ഷേപം ഉണ്ടോ നോക്കിയാട്ട്. എന്തു വഴി? ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും പാവപ്പെട്ടോളുടെ പുരയിടത്തിൽ നിന്ന് ഇഷ്ടം പോലെ ഇങ്ങ് പറിച്ചോണ്ട് പോകുന്നത്. നിന്റെ സ്ഥലമാന്ന് പറഞ്ഞിട്ട് എന്തുവാടി കാര്യം? ഞാൻ തന്നെ വിളവിറക്കുന്നു, എടുക്കുന്നു. നിന്റെ ഒരു നിങ്ങളും ഞാനും മനോഭാവം. എനിക്കങ്ങനെ മനോഭാവിച്ചേ ഒക്കത്തുള്ളൂ. തകരെ വാ, ഇന്നത്തേക്ക് അത്രയും മതി. വാ വാ. തമാശേ, നിനക്ക് കൂടെ എത്ര കൂടി ഇട്ടേക്കണം? എനിക്ക് ആവശ്യമുള്ളത് ഞാൻ പിഴുതെടുത്തോളാം. ഒരു അന്വേഷണം നീ വീഴും. നടക്കണ തമാശി. എന്റെ കച്ചവടം അവിടെ എങ്ങനെ ഇരിക്കുന്നു? അയ്യോ, ഞാൻ അങ്ങോട്ടങ്ങ് നോക്കിയില്ല. എന്റെ അപ്പോ, എന്റെ തല കണ്ടാ നിങ്ങളുടെ മോക്ക് കലി കളകത്തില്ലയോ? അത് പിന്നെ അവളുടെ അപ്പനെ പിടിച്ചു വെച്ചോണ്ടിരുന്ന. അയ്യോ, പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നു. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കൊച്ചു പള്ളിക്കുടത്തിന്ന് വരാറായി. ഞാൻ പോവാ. ഇപ്പോഴോട്ട് വരണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നണം വരും. നീ ആരാണ് ചോദിക്കാൻ? അപ്പനെ പാട് നോക്ക്. കാശൊന്നും തെറ്റിക്കാതെ ഇങ്ങോട്ട് എറി. അപ്പാ, ഇന്ന് എത്ര മതി? സുഭാഷിണി, രാവിലത്തെ ചീളുമുറിയൊക്കെ എരിച്ചു കഴിഞ്ഞായിരിക്കും. നാളെ കാലത്ത് കുറച്ചുകൂടെ നേരത്തെ അങ്ങ് പോരെ. അപ്പോഴാന്നേല് അവിടെ ആരും കാണത്തില്ല. മേലെപ്പടി കച്ചിയും പൊടിയും ഇഞ്ചത കുളിക്കാതെ രാത്രി കിടന്നുറങ്ങാൻ നോക്കുകയല്ല, ചൊറിയും. ഇതാ തകരയോടോ മറ്റോ പറയാനുള്ളതിന്. എന്തിയാവൻ?
എന്തോന്നും തേനക്കേടാ ആശാരിക്ക്? കളിയും വർത്താനമായിട്ട് അങ്ങ് നിന്നാ മതി. എടുകൈ കൈയെടുക്ക. കൈയെടുത്തില്ലേ ആശാരി അപ്പന്റെ പിച്ചാത്തി പിടിക്കിരിക്കും. പറഞ്ഞേക്കാം. ഇതെന്തോന്നാ കൊച്ചേ? എന്തോ പറഞ്ഞൊരു അപ്പനും അപ്പന്റെ ഒരു പിച്ചാത്തി പിടി. മാറങ്ങോട്ട്. ഓ, ബാക്കിയുള്ളവരൊന്നും പിച്ചാത്തി പിടി കണ്ടിട്ടില്ലായിരിക്കും. എന്തോന്നാ? ഓ, അങ്ങനെ തന്നെ ആന്നേ. ആന്നു. എന്നാ നമുക്ക് അതൊന്ന് കാണാം. ഈ ചാവേരുപട എന്നും പറഞ്ഞൊരു പടയുണ്ട്. ചാകാൻ നിർത്തിയിരിക്കുന്നത് അവരെയാ. ആദ്യം അവര് പോയി പടവെട്ടി ചാവും. പുറകെ നിൽക്കുന്നവർക്ക് അതിന്റെ ഗുണവും കിട്ടും. ഇപ്പോഴിവിടെ ഞാൻ ചാവേരുപടയായി. അതിന്റെ ഗുണം കിട്ടാൻ പോകുന്ന ആർക്കാ? പുള്ളയ്ക്കാ. കായ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. എന്നാ ഇവിടെ വെച്ചോണ്ടിരിക്കാതെ. സാധനം വാങ്ങിച്ചു കൊടുക്കുന്നില്ലല്ല, അതെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളടത്താ കളി കിടക്കുന്നത്. ഇതെങ്ങനെയാ ജലപ്നാശിനിയെ കൊടുക്കുന്നത്? അതൊക്കെ ഞാൻ പറഞ്ഞു തന്നോളാം. അതുപോലെ ചെയ്തോണ്ടാ മതി. തല്ല് മുഴുവൻ ചെണ്ടയ്ക്കും കാശൊക്കെ മാറാനും. ഒരു മരം വീഴുമ്പം മറ്റൊന്നും അത് വളം.